ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എൻ വാസുവിനെ വിലങ്ങണിയിച്ചതിൽ നടപടിക്ക് സാധ്യത. തിരുവനന്തപുരം AR ക്യാമ്പിലെ പോലീസുകാരനാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവിലങ്ങണിയിച്ച് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വെക്കണം എന്ന് BNS നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണ് ഇത് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് DGPക്ക് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എൻ വാസുവിനെ വിലങ്ങണിയിച്ചതിൽ നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കൃത്യമായിട്ടും വിലങ്ങണിയിക്കുന്നതിനുള്ള വ്യവസ്ഥകളുണ്ട്. വിലങ്ങണിയിക്കുന്ന ആ വ്യവസ്ഥകൾ ഏതൊക്കെയെന്ന് ഓരോ വ്യക്തികൾക്കും നിയമം പരിപാലിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ബോധ്യം ഉണ്ടാവേണ്ടതാണ്. സങ്കീർണമായിട്ടുള്ളതും സത്വരവുമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെയും ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം വിലങ്ങണിയിക്കാൻ എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് ലംഘിക്കപ്പെട്ടുവോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്ക് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തിരുവനന്തപുരം AR ക്യാമ്പിലെ പോലീസുകാരനാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന വേളയിൽ ദേവസ്വം ബോർഡിൻ്റെ മുൻ കമ്മീഷണർ എൻ വാസുവിനെ വിലങ്ങണിയിച്ച് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വെക്കണമെന്ന് ഭാരതീയ ന്യായ സംഹിതയിലെ നിയമത്തിൽ പുതുതായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് ഇത് എന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ DGPക്കാണ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ നടപടി, വിലങ്ങണിയിച്ച നടപടി അനാവശ്യം എന്നുള്ള രീതിയിൽ ആ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ് സൂചന വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എൻ വാസുവിനെ വിലങ്ങണിയിച്ചതിൽ നടപടിക്ക് സാധ്യതയുണ്ട്.